ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോണ്ട ഹൈനസ് CB350യുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇതിപ്പോൾ 3ാമത്തെ ലോങ് വീഡിയോ ആണ്. സോ അപ്പോൾ നമുക്ക് എല്ലാ പുതിയ വണ്ടികളും അവൈലബിൾ ആവണമെന്നില്ല. കാരണം ഷോറൂമിൽ നിന്ന് ഒരു തുടക്കക്കാരനെന്ന രീതിയിൽ ട്രസ്റ്റ് ചെയ്ത ഒരു വണ്ടി തന്നെ ഒന്നുമില്ല. സോ അപ്പോൾ നമുക്ക് കിട്ടാവുന്ന മാക്സിമം എല്ലാ വണ്ടികളും വെച്ച് വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അതിലുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. സോ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് പലരുടെയും പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എൻ്റെ രീതിയിൽ വ്യത്യസ്തമായിട്ടായിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാക്സിമം ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പോയിൻ്റെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉപകാരപ്പെട്ട അത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ പോകെ നമുക്കും പുതിയ വണ്ടികളൊക്കെ അവൈലബിൾ ആക്കാമെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്കിനി വണ്ടിയെപ്പറ്റി സംസാരിക്കാം. വണ്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ ആദ്യമേ വണ്ടിയുടെ ലുക്സിനെ പറ്റി തന്നെയാണ്. പണ്ട് എവിടെയൊക്കെയോ കണ്ട ഒരു വിൻറ്റേജ് ബൈക്കിൻ്റെ ആ ഒരു ലുക്സ് നമുക്ക് തോന്നിക്കും. പക്ഷെ എന്നാലും ഡിഫറൻസ് ഉണ്ട്, നല്ല രസമുണ്ട് വണ്ടി കാണാനായിട്ട്. പിന്നെ കുറേ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് കൂടുതലും. ഇപ്പോൾ മിററിലാണെങ്കിലും ഇവിടെ ഒരു ചെറിയ പോർഷൻ, ബാക്കിൽ അങ്ങനെ കുറേ ക്രോം എലമെൻറ്റ്സ് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലുക്സിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ ഇതിൽ കുറേ ആഫ്റ്റർ മാർക്കറ്റായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ഫിറ്റിങ്സ്, ഈ ഒരു ഫിറ്റിങ്സൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഇത്. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ്, പിന്നെ ഈ ഒരു ഗാർഡ് എക്സ്ട്രായാണ്. പിന്നെ ഈ ഒരു പോർഷൻ ഇതൊക്കെ എല്ലാം എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. സോ അതൊരു കൺഫ്യൂഷൻ ആവരുത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. മുന്നിൽ ആദ്യമേ കാണുന്നത് ഒരു റൗണ്ട് LED ഹെഡ്ലൈറ്റാണ്. അത് 2 പോർഷനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ഡിമ്മും ബ്രൈറ്റുമായിട്ട് അത് 2 പോർഷനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി വലിയ കുഴപ്പമില്ലാത്ത ഹെഡ്ലൈറ്റ് എന്നേ പറയാനുള്ളൂ. ഒരു ഭയങ്കര ഒരു മികച്ച വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടെന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം വിസിബിലിറ്റിയൊക്കെ ഉള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ LED ആണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓണായി കാണിച്ചു തരാം. അതായത് ഇതിൽ തന്നെയാണ് ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതൊരു യെല്ലോ കളറിൽ യെല്ലോ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. അത് എപ്പോഴും ഉണ്ടാകും. പക്ഷേ അത് ബാക്ക് സൈഡിൽ അങ്ങനെയല്ല, ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഇങ്ങനെ ഫുൾ ടൈം കത്തി കിടക്കുള്ളൂ. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണത് വർക്ക് ചെയ്യുക. അതായത് അതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ വെട്ടം വരും. അപ്പോൾ ഈ സൈഡിൽ അത് ഓൾറെഡി കത്തി നിൽക്കുന്നുണ്ടാവും. ബ്ലിങ്ക് ചെയ്യുക, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടത് ഏത് ഭാഗത്തേക്കാണോ ആ സൈഡിലായിരിക്കും ബ്ലിങ്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ടിലെ സസ്പെൻഷനെ പറ്റി പറയാനാണെങ്കിൽ ടെലിസ്കോപ്പ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത നല്ല കംഫർട്ട് ഉണ്ട്. നമുക്ക് റോഡിലൊക്കെ ഓടിക്കുമ്പോൾ നല്ലൊരു രീതിയിലുള്ള കംഫർട്ട് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു കൈക്കൊന്നും അത്ര ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. നല്ല രീതിയിലുള്ള സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ട്. പിന്നെ ഫ്രണ്ട് ടയേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ 19 ഇഞ്ചിൻ്റെ വലിയ ടയേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അലോയ് വീലാണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അത് ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുക ഒരു വലിയ എഞ്ചിനാണ്. 348 cc എയർ കൂൾഡ് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്, സിംഗിൾ സിലിണ്ടർ. അത്യാവശ്യം നല്ല ഭയങ്കര വലിപ്പം തോന്നും നമുക്ക് കാണുമ്പോൾ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതിലും ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ കുറേ ക്രോം എലമെൻറ്റ്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഒരു ക്രോം എലമെൻറ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. എഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് ഓടിക്കുമ്പോൾ സംസാരിക്കാം. പിന്നെ ഒരു വലിയ ടാങ്ക് വന്നിട്ടുണ്ട്, അവിടെ ഹോണ്ട എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, അവിടെയാണ് ഹൈനസ് CB350 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സോസ്റ്റ് കാണാം. ഭയങ്കര വലിയൊരു എക്സോസ്റ്റ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര വലിപ്പമുണ്ട്. അതും ക്രോം എലമെൻറ്റിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ സൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രസമാണ് സൗണ്ട് കേൾക്കാൻ. പണ്ടത്തെ ഒരു എൻഫീൽഡിൽ നിന്നൊക്കെ മിസ്സായ ഒരു സൗണ്ട്, അങ്ങനത്തെ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അത്യാവശ്യം ലൗഡാണ്, പിന്നെ കേൾക്കാനും നല്ല രസമാണ്. ഞാൻ കേൾപ്പിച്ച് തരാം അത്. അത്യാവശ്യം ലൗഡാണ്. പിന്നെ നമുക്ക് ഓടിക്കുമ്പോഴാണെങ്കിൽ നല്ല. പിന്നിലേക്ക് വരുമ്പോൾ 18 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത്, അലോയ് വീലാണ്. പിന്നെ ഇവിടെയും ഡിസ്ക് ബ്രേക്കും ABSും വന്നിട്ടുണ്ട്. പിന്നെ പിന്നിലെ ഒരു ടെയിൽ സെക്ഷൻ നോക്കാനാണെങ്കിൽ പണ്ട് ഏതൊരു ബൈക്കിൽ കണ്ട അതേ ടെയിൽ ലൈറ്റ് അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. പിന്നെ ആക്ച്വലി കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ, നല്ല രസമാണ് കാണാനായിട്ട്. കാരണം നമ്മൾ പണ്ട് എവിടെയോ കണ്ട ഒരു വിൻറ്റേജ് ബൈക്കിൻ്റെ അതേ ടെയിൽ ലാമ്പ് ഡിസൈൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വണ്ടി ആദ്യം കാണുമ്പോൾ തൊട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഫ്രണ്ടിൽ പോലെ തന്നെ ഇവിടെയും LED ആണ് വന്നിട്ടുള്ളത്.
പിന്നെ ബാക്കിലെ സസ്പെൻഷൻ ആണെങ്കിലും കംഫർട്ടിന് ഒരു കുറവില്ല. കംഫർട്ട് മുൻനിർത്തിയിട്ട് തന്നെയാണ് ബാക്കിലെ സസ്പെൻഷൻ അവർ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയിൽ ഞാൻ പറയാമല്ലോ, എവിടെ നോക്കിയാലും കംഫർട്ടാണ്. അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്ന മികച്ച രീതിയിലുള്ളൊരു ബൈക്ക് തന്നെയാണത്. സോ ബാക്കിലെ സസ്പെൻഷൻ ആണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കംഫർട്ട് ഉണ്ടെന്നേ പറയാനുള്ളൂ. ഒരു ഭയങ്കര കംഫർട്ടൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു കംഫർട്ടുണ്ട്. മേ ബി ഒരു ലോങ് ട്രാവലിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും നമ്മുടെ ബാക്കിന്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സ്പ്ലിറ്റ് സീറ്റാണ് ഓർത്തിട്ടുള്ളത്. ആദ്യത്തെ ഹൈനസുകളിലൊക്കെ സിംഗിൾ സീറ്റായിരുന്നു, ഇപ്പോൾ സ്പ്ലിറ്റായിട്ടാണ് ഓർത്തിട്ടുള്ളത്. വണ്ടി കയറിക്കുമ്പോൾ ആദ്യം കാണുന്നതൊരു ഈ ടാങ്കാണ്, 15 ലിറ്ററിൻ്റെ ഫ്യൂൾ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ളൊരു ടാങ്ക് തന്നെയാണത്. പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഇവിടെയാണ് ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് ഇവിടെ തന്നെയാണ്. പിന്നെ ഹോൺ, ഇൻഡിക്കേറ്റർ, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോണ്ടയുടെ പല ബൈക്കുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഹോൺ മേളിലും ഇൻഡിക്കേറ്റർ സ്വിച്ച് താഴെയാണ്. ഇനി ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എൻജിൻ കിൽ സ്വിച്ചാണ്, സ്റ്റാർട്ട് ബട്ടൺ, പിന്നെ ഹസാറിൻ്റെ ഒരു സ്വിച്ചും വന്നിട്ടുണ്ട്. മീറ്ററിലേക്ക് നോക്കാനാണെങ്കിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു മീറ്റർ തന്നെയാണ്. അതായത് ഇവിടെ ഒരു അനലോഗ് മീറ്റർ ഉണ്ട്, ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇവിടെയാണ് കോഷൻ ലൈറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. അത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ലൈറ്റ് ഉണ്ട്, പിന്നെ ന്യൂട്രൽ, ABS അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആക്ച്വലി ഈ വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. അത് സ്വിച്ചബിളാണ്, മീൻസ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത്, അതായത് ഈ ഒരു ചെറിയ സ്ക്രീനിലെ കൺട്രോൾസ് വരുന്നത് ഇവിടെ 2 സ്വിച്ചസ് ഉണ്ട്. ഈ ഭാഗത്ത് 2 സ്വിച്ചസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ മീറ്ററിലൊക്കെ ചെറിയ ഈ ഒരു സ്ക്രീനിലെ കൺട്രോൾസ് എല്ലാം ചെയ്യുന്നത്. ഇതിൽ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആക്ച്വലി എല്ലാ ട്രിപ്പ്, എല്ലാ കാര്യങ്ങളും ആ മീറ്ററിലുണ്ട്. ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ മീറ്ററിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചാർജിങ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അത് USB ടൈപ്പാണ്, ടൈപ്പ് C അല്ല, USB ടൈപ്പായിട്ടുള്ളൊരു ചാർജിങ് സ്ലോട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ട്. നമുക്കത് ഉപകാരപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ വണ്ടി ഓടിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ എഞ്ചിനെ പറ്റി തന്നെ പറയണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 348 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഹോണ്ട ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. പ്രത്യേകിച്ച് മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് ഹോണ്ട കൊടുത്തിട്ടുള്ളത്. കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ, അങ്ങനെ തന്നെയാണ് ഇതിനെ പറയാനായിട്ട്. കാരണം മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് ഹോണ്ട കൊടുത്തിട്ടുള്ളത്. ലോങ്ങൊക്കെ പോകാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു, എനിക്ക് തോന്നുന്നൊരു ഇതിൻ്റെ ഹോണ്ട അവകാശപ്പെടുന്നതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 121 ആ ഒരു റേഞ്ചാണ്. ഇതിൻ്റെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ 120 വരെ, മീൻസ് ഇതിൻ്റെ ടോപ്പ് സ്പീഡിൽ വരെ നമുക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാം. കാരണം ഒരു വൈബ്രേഷൻ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് ആ ഒരു ടോപ്പ് സ്പീഡിലാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാം, വേറൊരു ഇഷ്യൂസും ഇല്ലാതെ ക്രൂസ് ചെയ്യാം. നല്ല കംഫർട്ട് നമുക്ക് ആ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടും. ഇത് ആക്ച്വലി ഇതിൻ്റെ റൈഡിങ് സ്റ്റാൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഹാൻഡിൽ കുറച്ച് മുന്നോട്ടായിട്ടായിരിക്കുക. നോർമൽ ഒരു റൈഡ് സ്റ്റാൻസിനേക്കാളും കുറച്ചും കൂടി ഒരു മുന്നോട്ടായിട്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ കുറച്ച് ഇപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. സോ ആ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഇങ്ങോട്ട് ആക്കിയ പിന്നെ മാറിയിട്ടുണ്ട്. കാരണം കുറച്ചൊന്നും ഇങ്ങനെ ആയിട്ട് ഇരിക്കുക, ഹാൻഡിലോ നോർമൽ പൊസിഷൻ ഇവിടെയാണ്. പിന്നെ അത് ഹാൻഡിലൊന്നും ഇങ്ങോട്ട് ചരിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കുറച്ച് മുന്നോട്ടായിട്ടിരിക്കുന്ന ഫീല് നമുക്ക് കിട്ടില്ല. കാരണം ഹാൻഡിൽ ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് പാക്ക് കൊടുത്തേക്കുന്നത് സീറ്റിന്, അതായത് റൈഡർ സീറ്റിന് കുറച്ച് മുന്നിലേക്കായിട്ടാണ്, അതായത് കാല് കുറച്ച് മുന്നോട്ടായിട്ടിരിക്കുന്ന രീതിയിലാണ് ഫുഡ് പാക്ക് കൊടുത്തിട്ടുള്ളത്. ഒരുപാടല്ല, ചെറിയൊരു രീതിയിൽ മുന്നോട്ടായിട്ട് തന്നെയാണ് ഫുഡ് പാക്ക് പ്ലേസ് ചെയ്തേക്കണേ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഈ വണ്ടി കയ്യിൽ വെച്ച് യൂസ് ചെയ്യുന്നത്. സോ എനിക്കിതുവരെ ഈ വണ്ടിയിൽ നിന്ന് അങ്ങനെ ഒരു വലിയ നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഓണറോട് സംസാരിച്ചപ്പോഴും ആളും പറഞ്ഞത് ആൾക്കും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും ഈ വണ്ടിയിൽ നിന്ന് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ്. സോ നെഗറ്റീവ് പറയാനില്ലാത്തൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഹിമാലയയിലാണെങ്കിൽ പോലും എനിക്ക് നെഗറ്റീവ് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും ഓടിച്ചിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ആകെ ഒരു പറയാനൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ മിറേഴ്സാണ്. മിറേഴ്സ് കുറച്ചും കൂടി ഒരു വൈഡായിട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു എനിക്ക് എൻ്റെ കൈയാണ് കൂടുതലും കാണുക. അത് ഞാൻ നേരത്തെ എൻ്റെ NSൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. കുറച്ചും കൂടി ഒന്ന് വൈഡായിട്ടാണ് അല്ലെങ്കിൽ പുറത്തോട്ടായിട്ടാണ് ഇരുന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക വിസിബിലിറ്റി കിട്ടിയാനെ. ഇത് വിസിബിലിറ്റി ഉണ്ട്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് പുറത്തോട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വിസിബിലിറ്റി കിട്ടിയാണ്. ഇതിപ്പോൾ എൻ്റെ കൈയുടെ ഭാഗമാണ് കൂടുതലും കാണുക. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി.
പിന്നെ ഇതിൻ്റെ ഡൈമെൻഷൻസ് നോക്കാനാണെങ്കിൽ സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 6 feet ഹൈറ്റുള്ള ആളാണ്. സോ എനിക്ക് 2 കാലും പ്ലാന്റഡ് ഫുട്ടാണ്. ഒരു 5.7 ഉള്ള ഒരാൾക്കും ആ ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്കും പ്ലാന്റഡ് ഫുട്ട് തന്നെയായിരിക്കും. അതിൽ താഴെയുള്ളവർക്കാണെങ്കിലും കംഫർട്ടായിട്ട് തന്നെ ഓടിക്കും. കാരണം ഒരുപാട് വണ്ടി ആക്ച്വലി ഹെവി അല്ല, ഭയങ്കര ലൈറ്റാണ്. അത്രയും ലൈറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ നമുക്കങ്ങനെ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാവുന്ന. ഇതിൻ്റെ വീൽ ബേസ് ആണെങ്കിലും 1441 mm ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 സംതിങ് അത്രയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ അതൊരു ഓഫ് റോഡിന് പറ്റിയ ബൈക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി തട്ടാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. പിന്നെ ഇതിന് ആക്ച്വലി ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോള്, സ്ലിപ്പർ ക്ലച്ച്, ഡ്യുവൽ ചാനൽ ABS ഒക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഹോണ്ട അവകാശപ്പെടുന്നത് 121 km/h ആണ്. പക്ഷെ നമുക്ക് ആക്ച്വലി അതൊരു കംഫർട്ട് സ്പീഡ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു 95, 100, 110 ആ ഒരു സ്പീഡിലൊക്കെ നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു ബൈക്ക് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ലോങ് റൈഡ് ആണെങ്കിലും എത്ര ലോങ് കിലോമീറ്റേഴ്സ് ആണെങ്കിലും ആ ഒരു സ്പീഡിൽ നമുക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. വേറെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല കംഫർട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു 0 to 100 എന്നൊക്കെ പറയുന്നത് ഒരു 12.5 seconds ഒക്കെ വേണ്ടി വരും. അതും കുഴപ്പമില്ലാത്തൊരു ഫിഗർ തന്നെയാണ്. പിന്നെ ഇതിന് 5 speed ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗിയർ ബോക്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ 120 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്, അല്ലെങ്കിൽ 120, 121 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത്. സോ ആ ഒരു സ്പീഡിലേക്ക് തന്നെ 4th ഗിയർ നമ്മൾ എത്തിക്കും. അതായത് വണ്ടി ആ സ്പീഡിലേക്ക് 4th ഗിയർ തന്നെ എത്തിക്കും. അതിൻ്റെ 5th ഗിയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ സ്പീഡിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് 5th ഗിയറിൻ്റെ ഡ്യൂട്ടി. സോ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു 6 speed ഗിയർ ബോക്സ് അങ്ങനെ ഒരു ആവശ്യം ഈ വണ്ടിക്ക് വരുന്നില്ല. പിന്നെ ഗിയറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്കൊരു ടൈറ്റോ അങ്ങനെയുള്ളതൊന്നും ഫീൽ ചെയ്യില്ല. നല്ല രീതിയിൽ പക്ക ഒരു ഗിയർ ചേഞ്ചിങ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഞാൻ ഈ അടുത്ത് ഓടിച്ച വണ്ടികളിലെ ഏറ്റവും മികച്ചൊരു ക്ലച്ച് തന്നെയാണ്, ഏറ്റവും ലൈറ്ററായിട്ടുള്ള ക്ലച്ച് തന്നെയാണ്. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഈ അടുത്ത് ഓടിച്ചതിൽ 1 of the best ആണത്. അത്രയും ലൈറ്ററായിട്ടുള്ള ക്ലച്ച് തന്നെയാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആക്സിലേറ്റർ ആണെങ്കിലും സെയിം അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സോഫ്റ്റാണ് ആക്സിലേറ്ററും. ഒരു ടൈറ്റ് അങ്ങനെ എനിക്കൊന്നിലും ടൈറ്റ് ഫീൽ ചെയ്തില്ല. അത് ആക്സിലേറ്ററിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഗിയറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എനിക്കങ്ങനെ ഒരു ടൈറ്റ് ഒന്നിനും ഫീൽ ചെയ്തില്ല. എല്ലാം ഒരു പക്കാ മീഡിയം ലെവലിൽ കംഫർട്ട് ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറയാൻ കാരണം, കംഫർട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഈ വണ്ടിയുടെ വൈബ്രേഷനെ പറ്റി പറയാനാണെങ്കിൽ ഇതായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികളുടെ ബൈക്കുകളിൽ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഈ വണ്ടിയിൽ യാതൊരുവിധ വൈബ്രേഷനും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതൊരു ഭംഗി വാക്കായിട്ട് ഞാൻ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും മിററിലാണെങ്കിലും ഫുഡ് പെക്കിലാണെങ്കിലും സീറ്റിലാണെങ്കിലും എങ്ങൊന്നും എനിക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെയാണ് ഹീറ്റിങ്ങും. ഈ വണ്ടിയിൽ എന്നെ സർപ്രൈസ് ചെയ്ത രണ്ടൊരു കാര്യം തന്നെയാണത്. അതായത് ഹീറ്റിങ്ങും ഈ വണ്ടിക്ക് തീരെ എനിക്ക് ഫീൽ ചെയ്തില്ല, തീരെ ഫീൽ ചെയ്യുന്നില്ല, ഫീൽ ചെയ്തിട്ടേ ഇല്ല. അതിപ്പോൾ ലോങ് ഡ്രൈവിലാണെങ്കിലും എനിക്ക് അത്ര രീതിയിലുള്ളൊരു ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ മീറ്ററിനെ പറ്റി പറഞ്ഞല്ലോ, ഒരു അനലോഗ് മീറ്ററാണ് വലുതായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഡിജിറ്റൽ സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതൊരു ചെറിയ സ്ക്രീനാണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും അതിലുള്ള ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമുക്ക് അത്യാവശ്യം നല്ല വിസിബിളാണ്. ഇനി വണ്ടിയുടെ ടാങ്കിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ 15 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. അത്യാവശ്യം നല്ല വലിയ ടാങ്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ആണെങ്കിലും ഒരു 35 to 45 ആ റേഞ്ചിൽ ഫ്യൂൽ എഫിഷ്യൻസിയും ഉണ്ട്. സോ നല്ലൊരു രീതിയിലുള്ള ഫ്യൂൽ എഫിഷ്യൻസിയും ഉണ്ട്. ടാങ്കിനുള്ള ഫ്യൂൽ കപ്പാസിറ്റിയും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇത് ആക്ച്വലി NS 400 ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു തോന്നി. അതായത് ഫ്യൂൽ എഫിഷ്യൻസി ആ വണ്ടിക്ക് കുറവാണ്. ആ ഒരു 15 ലിറ്ററിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ബ്രേക്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് ബൈറ്റിംഗ് ആണ്. മീൻസ് കുറച്ചൊരു ചാടിപ്പെടുത്ത് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളൊന്ന് ബ്രേക്കിൽ കൈ വെക്കുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് കടിച്ചു പിടിക്കുന്ന ഒരു ഫീലുണ്ട്. റെയർ ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നുമില്ല. റെയർ ബ്രേക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കംഫർട്ടാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് റെയർ ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഈ വണ്ടി അത്യാവശ്യം ലൈറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്ററാണ്. 181 കിലോ ആണ് വണ്ടിക്ക് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയും ഒരു എന്താ പറയുക, മീൻസ് ഈ വണ്ടിയെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഇത് ലൈറ്റർ തന്നെയാണ്. സോ ഈ വണ്ടിയുടെ ഒരു വെയിറ്റ് വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക് തന്നെയാണ് ഹോണ്ട ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഈ സ്വിച്ചസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു കുറച്ച് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ട് സാപ്പ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിലേക്ക് യൂസ് ആവാൻ കുറച്ച് ടൈം എടുക്കും. മീൻസ് പെട്ടെന്ന് നമ്മൾ ഇൻഡിക്കേറ്ററിന് ഒരു ഇവിടെ തട്ടുക, ഹോണിന് ഇവിടെ വെക്കുക, അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ഒരാൾക്ക് ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് ഒക്കെ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ സ്പീഡിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക എടുത്ത് ചാടി വണ്ടി പോകുന്നൊരു ഫീലല്ല ഇതിന്. അത് പയ്യെ വണ്ടി കയറുള്ളൂ. എന്താ പറയുക നമ്മൾ ടൈം എടുത്തിട്ടേ നല്ലൊരു സ്പീഡിലേക്ക് എത്തുള്ളൂ. സോ അതൊരു ഇഷ്യൂ ഒന്നുമല്ല. പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് നമ്മളൊരു വലിയ വണ്ടിയൊക്കെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പെട്ടെന്നൊന്നും വണ്ടി കയറാത്തത് പോലെ തോന്നും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതർവൈസ് വണ്ടി ഓക്കെ. അപ്പോൾ അത്രയും കംഫർട്ടായിട്ടാണ് ഈ വണ്ടി ഹോണ്ട ഇറക്കിയിട്ടുള്ളത്, മീൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200-300 കിലോമീറ്റർ ഓടിച്ച് വന്ന ഒരു റൈഡറിനോട് നമ്മൾ പറയുകയാണ് ഇനി ഒരു 200 കിലോമീറ്റർ പോകാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഓക്കെയാണ്. കാരണം ദാറ്റ് മീൻസ് വണ്ടി ഡബിൾ ഓക്കെ ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല, നമുക്ക് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊട്ടും ഓക്കെ ആയിരിക്കില്ല. കാരണം നമുക്ക് മടിയാവും വണ്ടി ഓടിക്കാനായിട്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ വണ്ടിയിൽ വരുന്നില്ല. എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾ ഓടിച്ചോളൂ, ഞാനിവിടെ ഓക്കെയാണ് എന്നാണ് വണ്ടിയുടെ ഒരു മൈൻഡ്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് മീൻസ് ഹൈനസ് തന്നെ ഹോണ്ട ഇറക്കി അതേപോലെ തന്നെ ഒരു വണ്ടിയാണ് CB350 RS. സെയിം എൻജിൻ വെച്ചിട്ട് ഡിസൈനിലെ മാറ്റങ്ങളോടെ ഇറക്കിയ ഒരു വണ്ടിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വണ്ടി കുറച്ച് വിൻറ്റേജ് ലുക്കാണ്. അതായത് കുറേ ക്രോം എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് വിൻറ്റേജ് ലുക്ക് ആക്കിയിട്ടുണ്ട്. മറ്റ് CB350 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. കുറച്ചും കൂടി ഒരു മോഡേൺ ലുക്സ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള എന്താ പറയുക കുറച്ചും കൂടി ഒരു മോഡേൺ ലുക്കാണ് ആ വണ്ടി കൊടുത്തത്. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് CB350 RS തന്നെയാണ്. കാരണം എനിക്ക് ഈ ക്രോം എലമെൻറ്റ്സ് കാണുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ള ആളല്ല. എനിക്ക് ക്രോം ഇഷ്ടമല്ലാത്ത ഒരാളാണ്. സോ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു മോഡേൺ ലുക്സാണ് ഇഷ്ടം. ഇതിൻ്റെ ആ ഒരു ടെയിൽ സെക്ഷനൊക്കെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ടെയിൽ സെക്ഷൻ ഇതിനേക്കാളും ബെറ്റർ CB350 RS തന്നെയാണ്. കാരണം കുറച്ചും കൂടി ഒരു മോഡേൺ ലുക്ക് ഉണ്ട്. പിന്നെ എങ്ങനെയുള്ളവരാണ് ഈ വണ്ടിയിലേക്ക് നോക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും അത്യാവശ്യം കംഫർട്ട് ആഗ്രഹിക്കുന്ന, അതായത് വണ്ടിക്ക് കംപ്ലയിൻസ് ഒന്നും പാടില്ല, ഇടയ്ക്കിടയ്ക്ക് സർവീസ് സെൻ്ററിൽ പോകാൻ പറ്റില്ല, പിന്നെ ലോങ് ഡ്രൈവിലാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ട് വേണം, പിന്നെ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ, ഡ്യുവൽ ചാനൽ ABS, സ്ലിപ്പർ ക്ലച്ച്, അങ്ങനെയുള്ള എല്ലാം ഫീച്ചേഴ്സും വേണം, അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി വേണം. അങ്ങനെ ഒരു വണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വണ്ടിയിലേക്ക് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഈ വണ്ടി വാല്യൂ ഫോർ മണി ആണെന്ന് വെച്ചാൽ ഏകദേശം 2.5 ലക്ഷത്തോളമാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് അത്യാവശ്യം നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ പറ്റിയ, മീൻസ് അത്യാവശ്യം നമുക്ക് ലോങ് ട്രാവലൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കംഫർട്ട് വരുന്നൊരു വണ്ടി തന്നെയാണ്. സോ എനിക്കൊരിക്കലും ഇതൊരു വാല്യൂ ഫോർ മണി അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ വണ്ടി. പിന്നെ ഇതിൻ്റെ സർവീസ് ഷെഡ്യൂൾ വരുന്നത് നോർമൽ ഹോണ്ട ബൈക്കുകൾ പോലെ തന്നെ 1,6,000 ആണ്. പിന്നെ സർവീസ് കോസ്റ്റ് വരുന്നത് ഒരു 1,500-2,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഉറപ്പായിട്ടും. അതിൽ കൂടുതൽ കൂടാനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ എനിക്കറിയാം ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വേർഡാണ് കംഫർട്ട് എന്നുള്ളത്. അത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നൊരു വേർഡായിരുന്നു കംഫർട്ട് എന്നുള്ളത്. മേ ബി ഹോണ്ട ഈ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയായിരിക്കും, കംഫർട്ട്. മെയിൻലി അത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. സോ ആ വേർഡ് യൂസ് ചെയ്യാതെ മറ്റൊരു വേർഡ് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. വണ്ടി ഭയങ്കര ഈസിയാണോ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 441 എൻ്റെ വീൽ ബേസ് എങ്കിലും വണ്ടി ഭയങ്കര ഈസിയാണ്. നമുക്ക് ട്രാഫിക്കിലാണെങ്കിലും സിറ്റിയിലും എല്ലായിടത്തും റൈഡ് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ്. സിമ്പിളായിട്ട് നമുക്ക് എടുത്തെടുത്ത് പോകാം. സിക്സാഗ് ചെയ്തൊക്കെ പോകാനായിട്ടൊക്കെ, ട്രാഫിക്കിലൊക്കെ സിക്സാഗ് ചെയ്ത് പോകാനായിട്ടൊക്കെ നല്ല രസമാണ്. അങ്ങനെ ഒരു എന്താ പറയുക നമുക്കൊരു വലിയ ഭാരം ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വണ്ടി കാഴ്ചയിൽ നോർമലി വണ്ടി ഇരിക്കുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയ വലിപ്പമൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വണ്ടിയുടെ പുറത്ത് മേളിൽ കയറി ഇരിക്കുമ്പോഴാണ് നമുക്കത് ഓക്കെ ഇതൊരു കുഞ്ഞു വണ്ടിയാണ്, നമുക്ക് ഒതുങ്ങിയ ഒരു വണ്ടിയാണെന്ന് ഫീൽ ചെയ്യുക. പിന്നെ ഇതിൻ്റെ എക്സോസ് സൗണ്ട് ആക്ച്വലി നല്ല രസമാണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചു തന്നിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു പില്യൻ ഉണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തമ്മിൽ സംസാരിക്കുന്ന രണ്ടാളുകളാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ച് പയ്യെ വണ്ടി, അതായത് ചെറിയ RPM പയ്യെ പോവുകയാണ് എങ്കിൽ നമുക്ക് ആ അതായത് വണ്ടിയുടെ എക്സോസ് സൗണ്ട് കേട്ട് പോകാൻ നല്ല രസമാണ്. കാരണം അത്യാവശ്യം നല്ല സീറ്റാണ്.
പണ്ടേ വിൻറ്റേജ് ബൈക്കുകളിൽ നിന്ന് നമുക്ക് മിസ്സായ ആ ഒരു സൗണ്ടാണ്. സോ നമുക്ക് രസമാണ് ഇങ്ങനെ കേട്ട് ഇങ്ങനെ സംസാരിച്ച് പോകാനായിട്ടൊക്കെ നല്ല രസമാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാൻ നല്ല രസമാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ പവർ ഡെലിവറി ഒന്ന് കാണിച്ചു തരാം. വേറെ വണ്ടിയൊന്നുമില്ല, ചെറുതായിട്ടേ കാണിക്കുള്ളേ. ഇപ്പോൾ 3rd ഗിയറിലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് കുറച്ച് സ്ലോ ആയിട്ടേ വണ്ടി കയറുള്ളൂ, പക്ഷേ നല്ലൊരു സ്പീഡിലേക്ക് വണ്ടി എത്തുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഒരു ഹൈ സ്പീഡിൽ ജെർക്കിങ്ങോ അല്ലെങ്കിൽ വേറൊരു നമുക്കൊരു പേടിയൊന്നും ഫീൽ ചെയ്യില്ല. നല്ല വണ്ടി സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി പ്രശ്നമൊന്നും ഈ വണ്ടിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്തെങ്കിലും അറിയാനോ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.